ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമേ തന്നെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു 25% താരിഫ് ഇന്ത്യക്ക് മേലിൽ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് വരുന്ന 21 ദിവസം കൊണ്ട് ഈ ഒരു താരിഫ് അപ്ലൈ ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനൊരു 21 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ ഇന്ത്യ ചിലപ്പം എടുക്കേണ്ട നടപടികളെന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് റഷ്യയുടെ സൈഡിൽ നിന്നുള്ള ഓയിൽ കട്ട് ഓഫ് ചെയ്യണം എന്നുള്ള നിലയിലാണ്. അതായത് ട്രംപ് ക്ലിയർ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് പിന്നെ പല പല സാധനങ്ങൾ മേടിക്കുന്നു, മില്യൺ കണക്കിൽ ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ ട്രംപ് പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്, ഇന്ത്യ അമേരിക്കയോടൊപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കണം. അതായത് അമേരിക്കയുടെ അലയായിട്ട് നിൽക്കണം. അമേരിക്കയ്ക്ക് ഇന്ത്യ ഒരു പാർട്ട്ണറാണ്, പക്ഷേ ജൂനിയർ പാർട്ട്ണറാണ്, അല്ലാതെ അമേരിക്കയോട് ഒപ്പം നിൽക്കുന്ന പാർട്ട്ണറല്ല. ആ രീതിയിൽ കരുതാൻ അമേരിക്ക തയ്യാറല്ല. അതാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്ന മെസ്സേജ്. റഷ്യയുമായിട്ട് പല രാജ്യങ്ങളും പല രീതിയിലുള്ള ട്രേഡ് നടത്തും, അത് ഇന്ത്യ നോക്കേണ്ട കാര്യമില്ല. അതാണ് ട്രംപ് പറഞ്ഞു വെക്കുന്ന വെള്ളക്കാരൻ മനോഭാവം. അതായത് ഞാൻ ഇപ്പോഴും ഈ കൺട്രോൾ ഞാൻ വെച്ചിരിക്കും, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയാം, ട്രംപ് എത്രത്തോളം ഈ താരിഫ് അതൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ മാർക്കറ്റിനെ അമേരിക്കയുടെ ഉള്ളിൽ ട്രംപ് അനുവദിക്കാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. അത് ട്രംപ് വിചാരിച്ചാൽ തടയാൻ കഴിയുന്ന ഒരു സംഗതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ട്രംപിന് തടയാൻ പറ്റുന്ന ഏക മാർഗം ഈ താരിഫ് ഇടുക എന്നുള്ളതാണ്. അതിലൂടെ ഇന്ത്യൻ പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് അമേരിക്കയുടെ ഉള്ളിൽ കുറയ്ക്കുക. കാരണം ഇതിനേക്കാളും വില കുറഞ്ഞ പ്രോഡക്റ്റുകളായിട്ട് മറ്റുള്ള പ്രോഡക്റ്റുകളെ മാറ്റുക, മറ്റുള്ള രാജ്യങ്ങളിൽ വരുന്ന പ്രോഡക്റ്റ്, അതേപോലെ അമേരിക്കയുടെ ഉള്ളിലുള്ള പ്രോഡക്റ്റ് എല്ലാം തന്നെ മാറ്റുക. അങ്ങനെ മാറ്റിക്കഴിയുമ്പം സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കുള്ളിൽ ഇന്ത്യയുടെ സെയിൽ കുറയും എന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. 25% താരിഫ് ഇട്ടപ്പോഴത്തേക്കും അത് അമേരിക്കയുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള വിലവർധനവും ഇൻഫ്ലേഷൻ ഉണ്ടാക്കും എന്നുള്ളത് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് ഇന്ത്യയെ വലിയ രീതിയിൽ അങ്ങ് ബാധിക്കില്ല എന്ന് ഉള്ളൊരു ബോധ്യം ട്രംപിന് വന്നു. അതുകൊണ്ടാണ് വീണ്ടും ഒരു 25%. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ 225% ഫുള്ളായിട്ട് അങ്ങ് ഇട്ടോളൂ. അപ്പോൾ അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല, ഇടയ്ക്കിടയ്ക്ക് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെ ഇത് ഒരു പ്രഷർ ഇട്ട്, അതായത് ഇത് ഒരു സ്ട്രാറ്റജിക്കായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രഷർ ഇട്ടിട്ട് ഇങ്ങനെ 50, 75, 100 ഇങ്ങനെ ആക്കി വരുമ്പോഴത്തേക്കും, അതായത് എഗെയിൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാക്കുകയാണ് ട്രംപ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ ഇത് ട്രംപിൻ്റെ പണ്ട് തൊട്ടേ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. ട്രംപ് ആ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനെ റിറ്റാലിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനെതിരെ കമൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പും അതുപോലെ അമേരിക്കയും തന്നെ നല്ല രീതിയിൽ റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഇല്ലീഗലായിട്ടല്ല എണ്ണ വാങ്ങിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നും. കാരണം റഷ്യയുടെ ഓയിലിന് സാങ്ഷൻ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത്രയ്ക്ക് മാന്യന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാങ്ഷൻ ഏർപ്പെടുത്തണം. ഉക്രൈൻ്റെ മേളിൽ അത്ര സ്നേഹമുണ്ടെങ്കിൽ. ഉക്രൈൻ്റെ സ്നേഹമൊക്കെ നമ്മൾ കണ്ടതാണ്. ട്രംപിൻ്റെ ഉക്രൈൻ സ്നേഹം എന്താണ്, ഉക്രൈൻ പാസം എന്തായിരുന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്നും ഏത് രീതിയിലാണ് പുറത്തോട്ട് ഇറക്കി വിടപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇനിയും ഇന്ത്യ ഇതേ നിലപാടിൽ നിൽക്കുന്നെങ്കിൽ 100% താരിഫ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് വീണ്ടും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒരു 50 ദിവസത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് പാസ്സാക്കും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു 6 മന്ത്സിനുള്ളിൽ അമേരിക്കയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ വരാൻ പോകുന്നത്. നെക്സ്റ്റ് 6 മന്ത്സിനുള്ളിൽ ഇന്ത്യ പല മേഖലകളിലും ഇന്ത്യ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസയെ വരെ മറികടക്കും ISRO സമീപ ഭാവിയിൽ. ഇപ്പം തന്നെ പ്രോജക്റ്റിൻ്റെ എസ്റ്റിമേറ്റും കോസ്റ്റും ഇതിലൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ തുച്ഛമായ പൈസയിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ISRO ഓരോ മിഷനും പ്രോജക്റ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി വിസ, മാസ്റ്റർ പോലത്തെ വലിയ വലിയ ട്രാൻസാക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, അവർക്കൊക്കെ ഒരു വെല്ലുവിളി തന്നെയാണ് നമ്മളുടെ UPI പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ട്രാൻസാക്ഷൻ ഓറിയൻറ്റഡ് ആയി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മേഖലയിൽ കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് ഇന്ത്യ സൃഷ്ടിക്കുന്നത് ഒരു വിപ്ലവം തന്നെയാണ്. UAE ഉപയോഗിക്കുന്നത് നമ്മളുടെ UPI ആണ്. ഇതിനകത്തൊക്കെ റവന്യൂ ബേസ്ഡ് ആണ് ഇതെല്ലാം. അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റവന്യൂ ബേസ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ വിസ എന്ന് പറയുമ്പോഴത്തേക്കും ആ കാർഡ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ മെത്തേഡ് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അത് നെറ്റ്വർക്ക് ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ്റ്ററും വിസയും ഇത്രയും നാളും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കമ്മീഷൻ അത് ഒരു പരിധിവരെ UPI പേയ്മെൻറ്റിലേക്ക് ഇനി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പല മേഖലകളിലും ഇന്ത്യ മുന്നോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ അവരെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും തന്നെ ട്രംപിൻ്റെ താരിഫ് കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഫോർ എക്സാമ്പിൾ ISRO ആയിക്കോട്ടെ, ഈ UPI പേയ്മെൻറ്റ്, ഡിജിറ്റൽ ഇന്ത്യയുടെ അതായിക്കോട്ടെ, പിന്നെ ഇന്ത്യയുടെ ഡിഫൻസ് മേഖല ആയിക്കോട്ടെ, ഇതൊന്നും തന്നെ അമേരിക്കയ്ക്ക് താരിഫ് ഇട്ടുകൊണ്ട് ഇന്ത്യയെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അമേരിക്കയ്ക്ക് ഇടപെടാൻ പറ്റുന്നത് ഓൺലി ഈ ഒരു $100 ബില്യൺ വർത്ത് വരുന്ന ഈ ഒരു ബിസിനസ് മേഖലയിൽ മാത്രമാണ്. അതായത് ഈ ഒരു
വാങ്ങി വിൽക്കുക എന്നുള്ള ഈ ഒരു കമ്മോഡിറ്റി ഏരിയയിൽ മാത്രമാണ് അവർക്ക് ഇടപെടാൻ പറ്റുന്നത്. ലോകം വളരെ ഓപ്പണാണ്, നമുക്ക് പല രാജ്യങ്ങൾ ഓപ്പണാണ്, നമുക്ക് പല മാർക്കറ്റുകൾ ഓപ്പണാണ്. ഇന്ത്യക്കുള്ളിലും മറ്റു പലർക്കും വന്ന് ബിസിനസ് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റിയും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കണം, അത് നമ്മളുടെ നേഷൻ്റെ പ്രൊട്ടക്ഷൻ പോളിസിയാണ്. 60-70% ആൾക്കാർ വില്ലേജുകളിലും ഗ്രാമങ്ങളിലൊക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അങ്ങനെ ആ കൃഷി മേഖലയിലേക്ക് നിരുപാധികം ഇങ്ങനെ അമേരിക്കൻ കമ്പനിയെ തുറന്നു വിട്ടുകൊണ്ടുള്ള നടപടികളൊന്നും നമുക്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ട്രംപ് 1000% താരിഫ് ഇട്ടാലും ഇത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഡിപ്ലോമാറ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ഇന്ത്യയെ അമേരിക്കയുടെ കീഴിൽ വന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് വിളിക്കുന്നത്. അതിന് നമ്മൾ തയ്യാറല്ല, അത് മനസ്സിലാക്കണം. നമ്മളുടെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയും അലയല്ല, നമ്മൾ ആരുടെയും വാലല്ല. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ പോലെ ആരുടെയും വാലായിട്ട് തൂങ്ങി നിൽക്കുന്ന ആൾക്കാരല്ല. നമുക്ക് ഒരു യുണീക്നെസ് ഉണ്ട്. നമ്മളുടെ ഡിപ്ലോമസി സോവറൈൻ ഡിപ്ലോമസിയാണ്, അതല്ലാതെ അലൈ ഡിപ്ലോമസി അല്ല. നമ്മൾ ആരുടെയും ഒപ്പം നിന്നിട്ട് അവർക്കൊപ്പം ചേർന്ന് തീരുമാനമെടുക്കുന്ന ആൾക്കാരല്ല. പണ്ട് തൊട്ടേ നമ്മളുടെ ഡിപ്ലോമസി അങ്ങനെയാണ്. നിലവിൽ ഈ ഒരു മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആരുടെയും അമേരിക്കയുടെ കുഴലൂത്ത് നടത്താറില്ല, റഷ്യയുടെ കുഴലൂത്ത് നമ്മൾ നടത്താറില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് അതേപോലെ വളരെ യുണീക്കായിട്ട് ഒരു പുതിയ ഒരു ഡിപ്ലോമാറ്റിക് റൂട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. നമ്മൾ അമേരിക്കയോടൊപ്പം നിന്നിട്ട് ഇതിനു മുമ്പ് ഈ കോൾഡ് വാറിൻ്റെ ബേസിസിൽ യൂറോപ്പിനോടൊപ്പം വെസ്റ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അമേരിക്കൻ അലയോടൊപ്പം ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുക, ഈ രീതിയിലുള്ള ചേരി നമ്മൾ ചേരുന്നില്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിപ്ലോമസിയാണ് കൊണ്ടുപോകുന്നത്. അത് ഇന്ത്യക്കുള്ളിൽ ആർക്ക് വേണമെങ്കിലും വന്ന് കച്ചവടം ചെയ്യാം, ഇന്ത്യയും അതേ റെസ്പെക്റ്റ് തിരിച്ച് കാണിക്കുകയും ചെയ്യും. അല്ല ഈ രീതിയിലുള്ള താരിഫൊക്കെ ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ അമേരിക്കയെ നമ്മൾ പടിക്ക് പുറത്ത് തന്നെ നിർത്തും. അതിന് യാതൊരു മടിയില്ല. വർഷങ്ങളായിട്ട് അമേരിക്ക പടിക്ക് പുറത്ത് തന്നെയായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് വരുന്നു. അപ്പോൾ ട്രംപ് അമേരിക്കയിലാണ് പ്രസിഡന്റ്, ഇന്ത്യക്കല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ നിയമങ്ങൾ മാറ്റണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഇന്ത്യ തീരുമാനിക്കും. അതുകൊണ്ട് നിങ്ങൾ 25, 50, 60, 100 നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങളുടെ രാജ്യത്ത് താരിഫ് ഇട്ടോളൂ. നിങ്ങളുടെ പൊതുജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരിക്കോളൂ. നമുക്ക് യാതൊരു വിരോധമില്ല. നമ്മളുടെ സാധനം അങ്ങോട്ട് എത്രത്തോളം വരുന്നോ അതങ്ങ് വിറ്റുപോകും, അത്രയേ ഉള്ളൂ. അതായത് ഈ അമേരിക്കൻ കസ്റ്റംസ് ഓഫീസ് കഴിഞ്ഞ് എത്ര സാധനം അമേരിക്കയുടെ ഉള്ളിലോട്ട് പോകുന്നോ അത് ഇന്ത്യക്ക് കച്ചവടമാണ്, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ എത്ര % ഇട്ട് നിങ്ങൾ വിൽക്കുന്നോ അതൊക്കെ ഓർഡർ ചെയ്ത് സാധനം വരുത്തുന്ന കമ്പനിക്കാർ തീരുമാനിച്ച് അവർ ചെയ്തോളും. അതുകൊണ്ട് ആ ഒരു 100 ബില്യൻ്റെ വർത്തിൽ വരുന്ന ആ ഒരു ബിസിനസ് ഏരിയയിൽ അമേരിക്കയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ ചില മേഖലകളിൽ അടുത്ത 5-6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിനൊക്കെ നമുക്ക് ബദലായിട്ടുള്ള സൊല്യൂഷൻസ് മറ്റുള്ള വ്യാപാര മേഖലകൾ കണ്ടെത്തി ഇതര രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അമേരിക്കയുടെ ട്രംപിൻ്റെ ഈ ഒരു വിരട്ടൊന്നും കണ്ട് നമ്മൾ ഒരു രീതിയിലുള്ള തീരുമാനങ്ങളും മാറ്റി മറിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെക്സിബിളാണ്. ഡിപ്ലോമാറ്റിക്കലി സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അത് മ്യൂച്വലാണ്, അല്ലാതെ ഒരിക്കലും രാജാവിന് കീഴിൽ നിൽക്കുന്ന പോലുള്ളൊരു അവസ്ഥയല്ല. അതുപോലെ അസ്ത്ര MK2 എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ നമ്മൾ സുക്കോയ് 30 MMIയിൽ പരീക്ഷണം നടത്താൻ പോവുകയാണ്. നമ്മൾ ഓരോ മേഖലകൾ നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ ഞാൻ പറയുന്ന മേഖലകളെല്ലാം തന്നെ ഇന്ത്യ നിർണായകമായിട്ടുള്ള ചുവടുവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലകളാണ്, പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിൽ. ഈ അസ്ത്ര MK2 എന്ന് പറഞ്ഞ മിസൈൽ എയർ ടു എയർ മിസൈലാണ്, AAM എയർ ടു എയർ മിസൈലാണ്. ഇത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. അതാണ് നമ്മൾ സുക്കോയ് 30 MMIയിൽ പരീക്ഷണം നടത്താൻ പോകുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി SCO സബ്മിറ്റിന് വേണ്ടിയിട്ട് ചൈന സന്ദർശിക്കുകയാണ്. അതായത് ഈ ഗാൽവാൻ വാലിയിൽ 2020 ഒരു ക്ലാഷ് ഉണ്ടായല്ലോ, അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മോദി ചൈന സന്ദർശിക്കുന്നതാണ് ഈ ഒരു വിസിറ്റ്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് പണ്ടേ തീരുമാനിച്ചതാണ്. പിന്നെ പല മാധ്യമങ്ങളും ഇത് ഇപ്പോൾ തീരുമാനിച്ച പോലെയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ മോദി ചൈന സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നേപ്പാൾ നവംബറിൽ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തന്നെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ ഓൾറെഡി തന്നെ ചാർട്ടിൽ ഉൾപ്പെടുത്തിയതാണ് മോദി വിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ. 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ വാർത്തയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചില മാധ്യമങ്ങൾ ഇപ്പോൾ അമേരിക്കയുമായിട്ടുണ്ടാകുന്ന പ്രശ്നവുമായിട്ട് ഇതിനെ കൂട്ടിച്ചേർത്ത് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അമേരിക്കയുടെ നിലവിലത്തെ നിലപാട് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ചൈന വിസിറ്റിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. അല്ലാതെ ട്രംപ് നമുക്ക് താരിഫ് തന്നതിൻ്റെ പേരിൽ ഇന്ത്യ ചൈനയുടെ അടുത്ത് പോയി കാലിൽ വീഴുന്നു എന്നൊക്കെ പറയരുത്. അങ്ങനെയൊന്നുമല്ല. ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെയും കാലിൽ വീഴാൻ പോകുന്നതല്ല. ചില ആൾക്കാരൊക്കെ ഇന്ത്യ തോറ്റു, ഇന്ത്യ പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയി ചൈനയാണെന്നൊക്കെ ചുമ്മാ കടിച്ചിറക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും ഇപ്പം ഈവൻ തോറ്റ രാജ്യം പോലും ഞങ്ങൾ തോറ്റു എന്നൊന്നും എവിടെയും പറയത്തില്ല. മനസ്സിലായി? പാകിസ്ഥാന് പോലും ഈ ഗതികേട് വരത്തില്ല. ആ രീതിയിലാണ് ചില വീരന്മാർ
ഇന്ത്യക്കുള്ളിൽ നിന്ന് ഇന്ത്യയെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് സഹതാപമാണ് തോന്നുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് പറയുന്നത്. ശരിക്കും ഫാക്റ്റ് ഈ ഒരു വിസിറ്റ് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. പക്ഷേ ഇപ്പോൾ അത് അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് ഒരു താരിഫ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിസിറ്റിന് വലിയ പ്രാധാന്യം വന്നിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അജിത് ഡോവൽ മോസ്കോ സന്ദർശിക്കുന്ന കാര്യം ഞാൻ ഇന്നലത്തെ വാർത്തയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹൈ ലെവൽ മീറ്റിംഗ് ആണ്. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട, നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഹൈ ലെവൽ മീറ്റിങ്ങിനാണ് അവിടെ പോയത്. ഇനി ഞാൻ പറയുന്നത് ഒരു നിർണായക തീരുമാനം ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി ഏതാണ്ട് 17 കോടി ഒരു കമ്പനിക്ക് ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ലോകേഷ് മിഷൻസ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഈ ലോകേഷ് മിഷൻസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് അമേരിക്കൻ ഭരണകൂടം, അതായത് ഈ ഒരു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അവരുടെ ലാസ്റ്റ് ഫേസിൽ കുറച്ച് കമ്പനികൾക്ക് സാങ്ഷൻ കൊടുത്ത വകയിൽ ഡ്യുവൽ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്തതിൻ്റെ പേരിൽ ഈ ലോകേഷ് മിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിക്ക് സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സാങ്ഷൻ അമേരിക്കൻ സാങ്ഷൻ ലിസ്റ്റിലുള്ള കമ്പനിക്കാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി ഈ 17 കോടിയുടെ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗൺ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ ഇവർ ചെറിയ ചെറിയ ഗാഡ്ഗറ്റുകൾ, ഇതേപോലെ മിലിറ്ററിക്കും ഇതുപോലെ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഗാഡ്ഗറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അഗ്രഗണ്യരാണ് ഈ ഒരു കമ്പനി. ലോകേഷ് മിഷൻസ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഇവർ 1983 തന്നെ ഈ കമ്പനി ഉണ്ട്. അങ്ങനെ വളരെ പാരമ്പര്യമുള്ളൊരു കമ്പനിയാണ്. കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. ഇനി ഈ കമ്പനിയുടെ പേരിലും സാങ്ഷൻസ് വന്നത് ഈ ഡ്യുവൽ ഗുഡ്സ് സപ്ലൈ ചെയ്തു എന്നുള്ള പേരിലാണ്. ഡ്യുവൽ ഗുഡ്സ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത ആൾക്കാർ സാധനം മേടിക്കുന്ന അവർ ഏത് രീതിയിൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. ഇപ്പോൾ ചില സാധനങ്ങൾ കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് ചിലപ്പോൾ അതിൽ ഡ്രോൺ ഉണ്ടാക്കാറുണ്ട്. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് സാങ്ഷൻ വന്നിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് അമേരിക്കൻ സാങ്ഷൻസിൽ കിടക്കുന്ന കമ്പനിക്ക് നമ്മളിത് കൊടുക്കുന്നതിൻ്റെ കാരണമുണ്ട്. കാരണം അമേരിക്കയുടെ പേരിൽ സാങ്ഷൻ, ഇപ്പോൾ അമേരിക്കയ്ക്ക് സാങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലോകേഷ് മിഷൻസ് അവിടെ പൂട്ടിപ്പോണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അമേരിക്കയ്ക്ക് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾക്കും വേറെ ആൾക്കാർക്കൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയും ഉക്രൈനും തമ്മിൽ. ഏറ്റവും കൂടുതൽ നമുക്ക് കച്ചവടം നടക്കുന്നത് റഷ്യയുടെ ഭാഗത്താണ്, പിന്നെ ഇസ്രായേലിൻ്റെ സൈഡിലുമാണ്. ഇസ്രായേൽ നമ്മളുടെ കൂടെ ജോയിൻ്റ് ആയിട്ട് തന്നെയാണ് പല പ്രോജക്റ്റുകളിലും ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലും, നമുക്ക് എല്ലാ സൈഡിലും, അപ്പോൾ നമുക്ക് ഡിഫൻസ് മാനുഫാക്ചറർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനീസിൻ്റെ ബിസിനസ് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. യുദ്ധം ചെയ്യുന്ന ആൾക്കാർ യുദ്ധം ചെയ്യും. പലരും വിചാരിക്കുമ്പോൾ യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ആയുധം കൊടുക്കാനാണോ ഇന്ത്യ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത് ഇന്ത്യ കൊടുക്കുന്നില്ലെങ്കിൽ അവർ വേറെ എവിടെന്നെങ്കിലും ഇത് കണ്ടെത്തും, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇപ്പോൾ അമേരിക്ക ആയുധം കൊടുക്കുന്നില്ലേ, റഷ്യ ആയുധം കൊടുക്കുന്നില്ലേ, അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയുധം കൊടുക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉക്രൈൻ ആയുധം വേറെ ആരും കൊടുക്കുന്നില്ലേ. ഇതൊക്കെ നടക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളങ്ങ് യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നുള്ളതല്ല. ഇപ്പം നമ്മൾ ആ നീഡ് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് അവരിത് കണ്ടെത്തും, അത്രേ. അതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് വലിയ രീതിയിൽ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ഫിലോസഫിയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഡിഫൻസ് പ്രോഡക്റ്റ് വിൽക്കുന്നത് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓരോ രാജ്യത്തിനും അവരുടെ ബോർഡറിലും അവരുടെ പല ചുറ്റുപാടിലൊക്കെ അവരുടെ എനിമീസ് ഉണ്ടാവും. അപ്പോൾ അവരെ ചെറുത്ത് നിൽക്കാനും ആ രാജ്യത്തിൻ്റെ മെജോറിറ്റി ജനങ്ങളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനുമാണ് ഡിഫൻസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിഫൻസിന് വേണ്ടിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ യുദ്ധം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ മെജോറിറ്റി ജനങ്ങൾ എവിടെയാണോ സംരക്ഷിക്കപ്പെടുന്നത് ആ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വേണം വിചാരിക്കാൻ. ഇന്ത്യയും റഷ്യയും കൂടി വീണ്ടും ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് സ്മോൾ എയർക്രാഫ്റ്റിൻ്റെ പിസ്റ്റൺ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പിസ്റ്റൺ മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ എഗ്രിമെൻറ്റ് റഷ്യയും ഇന്ത്യയും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം മോഡേൺ വിൻഡ് ടണൽ ഫെസിലിറ്റിയും കൂടി നമ്മൾ നിർമ്മിക്കുന്നുണ്ട്, റഷ്യയും ഇന്ത്യയും കൂടി ചേർന്നിട്ട്. റഷ്യയുമായിട്ട് ഇന്ത്യ കൂടുതൽ ബിസിനസ്സുകളും കൂടുതൽ പ്രോജക്റ്റുകളും സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ത്യ ഒരിക്കലും അമേരിക്കയ്ക്ക് കീഴിൽ വരില്ല, അതാദ്യം മനസ്സിലായിക്കോണം. ഈക്വലായിട്ട് ഒരു ചെയർ ഒരു മേശയുടെ അപ്പുറത്തിട്ട് കഴിഞ്ഞാൽ ഒരു കസേര ഇപ്പുറത്തിട്ട് തന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള ആ ഒരു ലെവലിൽ മാത്രമേ അമേരിക്കയുമായിട്ട് ഡീൽ ചെയ്യൂ. ഒരു രാജ്യവുമായിട്ടും, ഏതൊരു രാജ്യവുമായിട്ടും ഇന്ത്യ അങ്ങനെ ഡീൽ ചെയ്യുള്ളൂ. ഇന്ത്യ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു. അത് അമേരിക്കയിൽ ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള വെള്ളക്കാർക്ക് വേണ്ടി കുടപിടിക്കുന്ന ട്രംപിന് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.